നമസ്കാരം. എം മണി എന്ന മന്ത്രിയെ കേരളത്തിന് ഇനി വേണ്ട. നാട്ടുഭാഷ എന്ന ലൈസൻസിൽ ആരെയും പുലഭ്യം പറയാമെന്ന ഹുങ്ക് മന്ത്രിയായിട്ടും ഇയാളെ വിട്ടുപോയിട്ടില്ല. കണ്ണിൽ പിടിക്കാത്തവരെക്കുറിച്ച് പറയുമ്പോൾ മണിയുടെ നാവിൽ മാടമ്പിത്തരം നിറയും. ഞാൻ ഒരു നാട്ടുംപുറത്തുകാരൻ, എനിക്ക് ഈ വർത്തമാനമേ അറിയൂ എന്ന് ജാമ്യമെടുക്കുന്നത് തോന്നിയവാസം കാട്ടാനല്ലെന്ന് മണി അറിയണം. പ്രീതിയോ വിദ്വേഷമോ കാട്ടില്ലെന്ന സത്യപ്രതിജ്ഞാവാചകം മണി ഓർക്കണം. മൂന്നാറിൽ മിനിറ്റുകൾക്കുള്ളിൽ തോട്ടം തൊഴിലാളി സ്ത്രീകൾ തെരുവിലിറങ്ങിയത് മണി കാണണം. ചങ്കുറപ്പുള്ള ദേവികുളം സബ് കളക്ടറെ ചെറ്റയെന്നും മാനസിക രോഗിയെന്നും വിളിച്ച് കൂവിയപ്പോൾ പ്രതികരിക്കാതിരുന്നത് തരമായി മണി കാണരുത്. എല്ലാം മഞ്ഞയായി കാണുന്ന മാനസിക നിലയാണ് മണിക്കിപ്പോൾ. അതാണല്ലോ പൊമ്പിളൈ ഒരുമയുടെ സഹന സമരം അനാശാസ്യമായിരുന്നുവെന്ന് മണി കണ്ടെത്തിയത്. അവിടെ മറ്റേ പരിപാടിയായിരുന്നുവെന്ന് വിധി കൽപ്പിച്ചത്. സമരം നയിക്കുന്ന സ്ത്രീകളെ മറ്റേ പണിക്കാരായി മുദ്ര ചാർത്തുന്ന അധമനായി മണി. ഇടുക്കിയുടെ രാജാവാക്കിയും മൂന്നാറിലെ മൂപ്പനാക്കിയും പിണറായി വിജയൻ വെച്ചുകൊടുത്ത കിരീടം ജനത്തിൻ്റെയും പാവം തോട്ടം തൊഴിലാളികളുടെയും മെക്കിട്ട് കയറാനുള്ളതല്ല. ആർക്കും ഊളംപാറയിലേക്ക് വഴി കാട്ടാനുള്ളതുമല്ല. സ്വന്തം മണിമുത്തിനെ പിണറായിക്ക് തള്ളിപ്പറയേണ്ടി വന്നത് മൂന്നാറിലെ തെരുവിലെ തോട്ടം തൊഴിലാളികളുടെ വീര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ്. മാപ്പ് പറയാതെ പിന്നോട്ടില്ലെന്ന ഗോമതിയുടെയും കൂട്ടരുടെയും വാക്കുകൾ മണിക്കുള്ള മുന്നറിയിപ്പാണ്. മൂന്നാറിലെ കയ്യേറ്റമൊഴിപ്പിക്കാനുള്ള ചുമതല മണിക്ക് നൽകിയ പിണറായി കേൾക്കണം ആ മുന്നറിയിപ്പ്. ഒരേ സമയം ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വർഗ വിരുദ്ധവുമെന്ന് ഇനി പാർട്ടി സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതില്ല. പാർട്ടി പരിശോധിക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. എന്നാൽ ജനം ഇതിനകം തന്നെ പരിശോധന പൂർത്തിയാക്കി. മന്ത്രിമന്ദിരത്തിൽ നിന്ന് ഇടുക്കിയിലെ സ്വന്തം പാളയത്തേക്കുള്ള മണിയുടെ ദൂരം. തോട്ടം തൊഴിലാളി സ്ത്രീകളുടെ സമരത്തെ അനാശാസ്യമെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മന്ത്രി എം മണിക്കെതിരെ മൂന്നാറിൽ തുടരുന്ന തൊഴിലാളി സമരം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. സ്ത്രീകളുടെ സമരത്തെ പോലും അനാശാസ്യമെന്ന് ആക്ഷേപിക്കുന്ന എം മണിയെ എന്തിന് മന്ത്രിയായി തുടരാൻ അനുവദിക്കണം? ഇടുക്കി CPMന്റെ നാവടപ്പിക്കാൻ പാർട്ടിക്ക് മുന്നിൽ ഇനിയും തടസ്സമോ? പാർട്ടിയുടെ വനിതാ നേതാക്കളെ പോലും സംശയത്തിലാക്കുന്നില്ലേ മണിയുടെ അശ്ലീല പരാമർശം? ഖേദപ്രകടനത്തിൽ ഒതുക്കാനാവുമോ മണിയുടെ നാക്കിനെല്ലില്ലാത്ത പ്രസ്താവനകൾ? നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ മാനസിക രോഗികളാക്കുന്ന മണിയുടെ വാക്കാണോ സർക്കാരിന്റെ നയം? കയ്യേറ്റമൊഴിപ്പിക്കലിൽ മണിയെ മാറ്റി നിർത്തി പ്രതിച്ഛായ വീണ്ടെടുക്കേണ്ടേ പിണറായി സർക്കാർ? ഈ ചർച്ചയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, BJP നേതാവ് VV രാജേഷ്, മൂന്നാറിൽ നിന്ന് AITUC നേതാവായ T ചന്ദ്രപാൽ, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ഒപ്പം ആരോഗ്യമന്ത്രി KK ശൈലജ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. എം മണിയെ ഇനി എന്തിന് മന്ത്രിയായി തുടരാൻ അനുവദിക്കണം? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്.